എല്ലാവർക്കും ജെ ഗാർഡൻ ലീവ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഈ ഒക്ടോബർ മാസത്തിലാണ് നമ്മൾ ശീതകാല പച്ചക്കറികളെല്ലാം നടുന്നത്. അതിനായിട്ട് ഞാനിവിടെ അതിന്റെ തയ്യാറെടുപ്പുകളെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ പച്ചക്കറി തൈകൾ നടുന്നതിന് മുൻപായിട്ട് അതിന്റെ മണ്ണൊരുക്കലാണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അത് നമുക്ക് സ്ഥലമുള്ളവർക്ക് നമുക്ക് തറയിൽ അത് എങ്ങനെ കൃഷി ചെയ്യണം എന്നുള്ള രീതിയും, സ്ഥലമില്ലാത്തവർക്ക് നമുക്ക് ഗ്രോ ബാഗിലായാലും ഈ ശീതകാല പച്ചക്കറി തൈകൾ നമ്മൾ നടുന്ന രീതികളും എല്ലാം ഇന്നത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. കണ്ടില്ലേ, ഇതിപ്പം നമ്മൾ തറയിൽ നമുക്ക് ഈ ശീതകാല പച്ചക്കറികൾ എല്ലാ ഐറ്റംസും നമുക്ക് കൃഷി ചെയ്യുന്ന രീതിക്കാണ് ഇവിടെ ഇത് ചെയ്തേക്കുന്നത്. ഇത് ചെയ്തേക്കുന്ന അല്പം ഹൈറ്റിലാണ്, ഇത് ചെറിയ പണകളായിട്ടാണ് കോരിയിരിക്കുന്നത്. അപ്പം നമുക്ക് മഴയൊക്കെ വന്നാലും വെള്ളം വന്ന് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് കെട്ടിനിന്ന് ഈ ചെടികൾ ചീഞ്ഞു പോകാത്ത രീതിയിലാണ് നമ്മളിത് ഇവിടെ ചെയ്തേക്കുന്നത്. ഇത് മണ്ണെല്ലാം നമ്മൾ വൃത്തിയായിട്ട് കിളച്ച് നല്ലപോലെ ഹൈറ്റിലിത് നല്ല പൊക്കത്തിലിത് തിട്ട പോലെ കോരിയിട്ട് നമ്മൾ കുമ്മായം ഇട്ട് റെഡിയാക്കി ഇട്ടേക്കാണ്. ഇതിനകത്ത് അല്പം ഞാനിപ്പം കോഴിവെള്ളം ചാണകപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മുടെ കോഴിവെള്ളം നല്ലപോലെ ചൂടായതുകൊണ്ട് ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്തിടുന്നത് കൊണ്ട് അതുകൊണ്ട് നമുക്ക് ചെടികൾക്ക് അധികം ദോഷങ്ങളൊന്നും ഉണ്ടാകുകയില്ല. ഇത് നമ്മളിപ്പം ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചേക്കുന്നതാണ്. കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മൾ ഗ്രോ ബാഗ് നമ്മൾ മണ്ണൊരുക്കി കുമ്മായം ഇട്ട് മണ്ണൊരുക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിൽ നമ്മൾ കണ്ടില്ലേ, ശ്രദ്ധിച്ചില്ലേ, ഇതിൻ്റെ ഹാഫ് ഭാഗം മാത്രമാണ് നമ്മൾ ഇതിനകത്ത് മണ്ണ് പോട്ട് മിക്സ് തയ്യാറാക്കി വെച്ചേക്കുന്നത്. ഇതിലേക്ക് നമ്മൾ തൈകൾ നട്ടതിന് ശേഷം നമ്മുടെ തൈകൾ വളരുന്ന അനുസരിച്ച് നമ്മുടെ വീട്ടിലെ ജൈവ വളവും നമ്മൾ അതിൻ്റെ കൂടെ അല്പം മണ്ണും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ചെടികളുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഗ്രോ ബാഗിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മൾ നല്ലപോലെ അടുക്കി നമ്മൾ ഇതുപോലെ വെക്കാന്നുണ്ടെങ്കിൽ ധാരാളം ഗ്രോ ബാഗുകൾ നമുക്ക് ഇതുപോലെ അടുക്കി കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ ഇതുപോലെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ അതിനായിട്ട് ഗ്രോ ബാഗിലും റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതുപോലെ ഗ്രോ ബാഗ് നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗ്രോ ബാഗ് ആയാലും നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ, ഇപ്പോൾ പച്ചമുളക് ആയാലും ഇഞ്ചി ആയാലും അങ്ങനെയുള്ള എല്ലാ പച്ചക്കറി സാധനങ്ങളും നമുക്ക് ഇതുപോലെ നമുക്ക് വീട്ടിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. സ്ഥലമില്ലാത്തവർക്കും നമുക്ക് ഇതുപോലെ 10 ഗ്രോ ബാഗ് മേടിച്ചാലും നമുക്ക് ഇതുപോലെ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ ഒക്ടോബർ മാസത്തിലാണ് നമ്മൾ ശീതകാല പച്ചക്കറി തൈകളെല്ലാം നടുന്നത്. അതിനായിട്ട് നമ്മളിവിടെ തൈകളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിപ്പോൾ നമുക്ക് മാറ്റി നടാൻ പ്രായമായിട്ടില്ല. ഇതിപ്പോൾ ഒരു 4 പ്രായമായതിനു ശേഷമാണ് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഗ്രോ ബാഗിലും നമ്മൾ അതുപോലെ തന്നെ തറയിൽ ചെറിയ പണകൾ പോലെയും ചെയ്തേക്കുന്നതിലെല്ലാം മാറ്റി നടാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ മാറ്റി നടുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും ചെയ്യുന്നതായിരിക്കും. പോട്ടയിൽ നമ്മൾ വിത്ത് പാകുന്ന രീതിയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തൈകൾ പുറത്തുനിന്ന് നമുക്ക് അഗ്രോ പോലുള്ള എല്ലാ കടകളിലും ഷോപ്പുകളിലെല്ലാം നമുക്കിതിൻ്റെ തൈകൾ മേടിക്കാനും കിട്ടും. ഇതിപ്പോൾ നമുക്ക് തൈകൾ മാറ്റി നടാൻ പ്രായമായിട്ടില്ല. ഒരു 4 പ്രായമായാൽ മാത്രമേ നമുക്കിത് മാറ്റി നടാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ശീതകാല പച്ചക്കറി കൃഷി നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് എടുത്ത തയ്യാറെടുപ്പുകളെല്ലാം ഇഷ്ടമായോ? വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ ഓണാക്കി ഇടുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.